കേക്ക് ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമായിരുന്നോ? അറിയില്ലായിരുന്നു കേട്ടോ. ഒരുപാട് നാളായി ഇവിടെ സാധനം മേടിച്ച് വെച്ചിട്ട് ഇന്നുണ്ടാക്കാം നാളെ ഉണ്ടാക്കാമെന്ന്. അവസാനം ഞങ്ങൾ ക്രിസ്മസിലേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതും നടന്നില്ല. പിന്നെ ന്യൂ ഇയറിലേക്കാക്കി, അതും നടന്നില്ല. അങ്ങനെ പിന്നെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ് അവർ തന്നെ ഉണ്ടാക്കാമെന്ന്. ചേച്ചി ഓൾറെഡി 2-3 കേക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയത് കാരണം ചേച്ചിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ക്യാരറ്റ് കേക്കാണ് ഇത്തവണ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് പ്ലം, ഉണക്കമുന്തിരി, കാഷ്നട്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലോട്ട് ഈ പറഞ്ഞ ക്യാരറ്റും പ്ലമ്മും ഉണക്കമുന്തിരിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അതിന് ശേഷം കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഒരു 1.5 കപ്പ് മൈദയും ഒരു 1/2 ടീസ്പൂൺ വെച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കണം. തരിതരിപ്പൊന്നും ഉണ്ടാവരുത്. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര, ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കണം. പിന്നെ ഒരു 2 മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ച മൈദയുടെ മിക്സിലോട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച പഞ്ചസാരയിലിട്ട് വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ മിക്സും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതൊന്ന് സെറ്റായി കഴിയുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു എസൻസ് അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വാനിലയുടെ എസൻസ് ഒഴിച്ചേക്കുന്നത് അതൊരു 1/2 ടീസ്പൂണോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ മധുരം നോക്കിയതിന് ശേഷം നമ്മുടെ പഞ്ചസാര പൊടിച്ച് വെച്ചത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് ബട്ടർ എടുത്ത് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒരു കറക്കിയിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അവസാനം നമുക്ക് ഇതിങ്ങനെ ഒരു ബാറ്റർ ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിന് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിലോട്ടൊരു ബട്ടർ പേപ്പറും പിന്നെ കുറച്ച് ഓയിലും കൂടെ തടവി വെക്കുക. എന്നിട്ട് ഈ ബാറ്റർ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ അവൻ ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തേരൊക്കെ ഇതുപോലെ തട്ടിക്കളയുക. എന്നിട്ട് നേരെ അവനിലോട്ട് കയറ്റി വെക്കുക. എന്നിട്ടൊരു 180 ഡിഗ്രിയിൽ തന്നെയാണ് നമ്മളൊരു 20 മിനിറ്റ് 30 മിനിറ്റിനുള്ളിൽ തന്നെ കേക്ക് റെഡിയാവും. റെഡിയായ ആ ചൂടോടെ തന്നെ എടുക്കരുത്. നമ്മൾ കുറച്ച് നേരം വെച്ച് അതിൻ്റെ ചൂടൊക്കെ മാറി തണുത്ത് കഴിയുമ്പോൾ വേണം എടുക്കാൻ. അങ്ങനെ നമ്മൾ എടുത്ത് മുറിച്ചു. ഫസ്റ്റ് തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറക്റ്റ് പ്ലം കേക്ക് തന്നെ ആയിരുന്നു. നല്ല സോഫ്റ്റ്നെസ്സും ആയിരുന്നു. ആവശ്യത്തിന് മധുരവും. തലക്കൊന്നും മത്ത് പിടിക്കുന്ന ടൈപ്പല്ല. സൂപ്പറായിരുന്നു.